ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചക്ക വെട്ടാൻ പോവാണ്. അതൊരു ടാസ്ക് തന്നെയാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ അടുത്തുകൊണ്ട് വെക്കണം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെക്കണം. പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിക്ക് നല്ല മൂർച്ച വേണം, അത് നിർബന്ധമാണ്. ചക്കയിലെ പശ തുടയ്ക്കാനായി ഒരു കടലാസ് ചുരുട്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ പൊതിച്ച ചകിരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ചുള പറിച്ചിടാനായിട്ട് ഒരു പ്ലേറ്റും കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ആദ്യം കത്തിയിൽ നല്ലപോലെ എണ്ണ തേക്കണം, അല്ലെങ്കിൽ കത്തി ചക്ക വെട്ടുമ്പോൾ അതിനകത്ത് ഉടക്കിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കയ്യിലും നല്ലപോലെ എണ്ണ തേക്കുക. അതിനുശേഷം ഒരു നാക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചക്ക വെട്ടാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി പാട് തന്നെയാണ് ചക്ക വെട്ടാൻ. നല്ല സുന്ദരൻ ചക്കയാണ്. ചക്ക വെട്ടിയിട്ടുണ്ട്. ഈ സെൻറ്ററിലുള്ള വൈറ്റ് സാധനത്തിന് എന്താ നിങ്ങൾ പറയുക? ഞങ്ങളിതിനെ മൂക്കെന്ന് പറയുക. അതിൽ പശയുണ്ടാവും. അതിന് കടലാസ് വെച്ച് നല്ലപോലെ തുടച്ച ശേഷം നമുക്ക് ഒരു പീസിന് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് എടുത്തു വെക്കാം. അത് നാളെ വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. 2 പീസും ഒരുമിച്ച് വെട്ടിയാൽ ഇന്ന് കഴിയില്ല. അതുകൊണ്ടാണ് ഈ പീസ് നമുക്ക് ഇന്ന് വെട്ടാം. കത്തിയിൽ ഒന്നുകൂടെ എണ്ണ തേച്ച ശേഷം നമുക്ക് ചക്കയൊന്ന് വെട്ടിയെടുക്കാം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ് ചക്ക. ഇതിൻ്റെ ചുളനെ പൊതിഞ്ഞ് നിൽക്കുന്ന ചക്ക ചകിണി എന്നും പറയും, കുരുവും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ചക്കക്കുരു, ചവിണി എന്നിവ ഉപയോഗിച്ച് തോരൻ വയ്ക്കാം, ചക്കച്ചുള കഴിക്കാം, ചക്ക വരട്ടി ഉണ്ടാക്കാം, ചക്ക ജാം ഉണ്ടാക്കാം, ചക്ക ഷെയ്ക്ക്, ചക്ക ജ്യൂസ്, ചക്കട, ചക്കപ്പൊരി, ചക്കച്ചുള എണ്ണയിലിട്ട് വറുത്ത് ചിപ്സ് ഉണ്ടാക്കാം, ചക്കപ്പായസം ഉണ്ടാക്കാം. ചക്കച്ചുള ഉണക്കി പൊടിച്ചു സൂക്ഷിച്ചാൽ അത് പുട്ട്, അട, ദോശ, ഇഡ്ഡലി എന്നിവയിൽ ഉപയോഗിക്കാം. എന്നിരുന്നാലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചക്കയുടെ പകുതിയോളം പാഴായി പോവുകയാണ് പതിവ്. ഇപ്പോൾ ചക്ക നമ്മുടെ സംസ്ഥാന ഫലം കൂടിയാണല്ലോ. എല്ലാ വർഷവും ജൂലൈ 4-ാം തീയതി ചക്ക ദിനമായും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ചക്കയുടെ മൂക്കെല്ലാം മുറിച്ച് കളഞ്ഞ് പശയെല്ലാം തുടച്ച ശേഷം നമുക്ക് ചുള പറിച്ചെടുക്കാം. ചുള എല്ലാം പറിച്ച് അതിനകത്ത് നിന്ന് കുരുവെല്ലാം മാറ്റി വെക്കാം. മാറ്റാതെയും അതേപോലെ എടുത്ത് വെക്കാം. ഈ കുരു നമുക്ക് പിന്നീട് തോരനുണ്ടാക്കാം, കറിയും ഉണ്ടാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചുളയെല്ലാം പറിച്ചു കഴിഞ്ഞു. ഇതാണ് ചക്കയുടെ മടൽ. ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് പണ്ട് പശുവിന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പശുവൊന്നുമില്ല. നമുക്ക് ഇത്രയും ചുള കിട്ടിയിട്ടുണ്ട് ആ ചക്ക പറിച്ചതിൽ നിന്നും. ചക്കക്കുരു നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, അത് കേടാവില്ല. കുറച്ച് ചക്ക നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം കഴിക്കുകയുമാവാം. കവേർഡായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള പാലും എല്ലാ സാധനവും ചക്കയുടെ മണമാവും. കയ്യിൽ നല്ലപോലെ എണ്ണയെല്ലാം തേച്ച് സോപ്പ് തേച്ച് കഴുകി വൃത്തിയായി. കത്തിന് വൃത്തിയാക്കണമെങ്കിൽ ഒരു പണിയുണ്ട്, നിങ്ങൾക്കറിയാം അതെന്താണെന്ന്. നമുക്ക് കുറച്ച് തീ ഉണ്ടാക്കിയിട്ട് അതിൽ കത്തി കാച്ചുകയാണെങ്കിൽ അതിൽ പശയെല്ലാം ഉരുകിപ്പോവും. നമുക്കപ്പോൾ അതിനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ കത്തി ക്ലീൻ ആവുള്ളൂ. അതെങ്ങനെ കഴുകിയാലും അത് ക്ലീൻ ആവില്ല. ചക്കപ്പശ പോകണമെങ്കിൽ ഇത് തന്നെയാണ് വഴി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കത്തിയെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് കത്തിനെ ഒന്നുകൂടി സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ പെർഫെക്റ്റായി. ചക്ക വെട്ടി കുറച്ച് ചുള കഴിച്ചു, കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ബാക്കി ചുള നമുക്ക് വരട്ടിയെടുക്കാം. അതിന് ചുളയിലെ കുരുവെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കാം. ഞാൻ അരച്ചിട്ടാണ് ചക്ക വരട്ടുന്നത്. ചക്ക പേസ്റ്റിന് നമുക്കൊരു ചീനച്ചട്ടിയിലിട്ട് അതിലേക്ക് ശർക്കര ഇടാം. ശർക്കരയിൽ അഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കര പാനിയാക്കിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിനെ അടുപ്പിൽ വെച്ച് വേവിക്കാം. ചക്ക വരട്ടുമ്പോൾ തുടരെ ഇളക്കണം. ഇങ്ങനെ പൊട്ടി വരുന്ന തിളയാവുമ്പോൾ നമുക്ക് കയ്യിലെല്ലാം തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമ്മുടെ കയ്യിലേക്കൊന്നും തെറിക്കില്ല. തിളയ്ക്കുന്നതിൻ്റെ സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ട്. ചക്ക സീസൺ കഴിയാറാവുമ്പം ഞാൻ നല്ല ടൈറ്റായിട്ട് ചക്ക വരട്ടി വെക്കാറുണ്ട്. ബിസ്ക്കറ്റ് പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരട്ടി വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്രയൊന്നും ടൈറ്റ് ആക്കുന്നില്ല. കുട്ടികൾക്ക് കഴിക്കാനുള്ള പാകത്തിനേ ഞാൻ ആക്കുന്നുള്ളൂ. ചട്ടിയിൽ നിന്നും ചക്ക വരട്ടിയത് വിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്നുകൂടി വരട്ടിയെടുക്കാം. കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും ആ നെയ്യെല്ലാം ചക്ക വരട്ടിയത് അബ്സോർബ് ചെയ്യും. നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്ത് നിർത്താം. ഇതാണ് ചക്ക വരട്ടിയതിൻ്റെ പരുവം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.